കണക്ക് അവിടെ ബില്ലിങ്ങനെ കൂടിക്കൂടി വരികയാണ്. കോടികളുടെ വെട്ടിപ്പാണ് അന്നദാനത്തിന്റെ പേര് നടത്തുന്നത്. ഈ വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് സൗജന്യമായ അന്നദാനം നടത്തിയിരുന്ന പലരെ നാട്ടി ഓടിച്ചത്. ഇപ്പൊ ഭക്തന്മാർക്ക് അവർക്ക് വിശക്കുമ്പോ അന്നദാന പ്രഭു എന്നാണ് അയ്യപ്പൻ പറയുന്നത്. അവിടുന്ന് ഭക്ഷണം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവിടെ ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ ശ്രീകോവിലിന് തൊട്ടുമ്പോൾ നോക്കുമ്പോൾ ഒരു വലിയ ഹോട്ടൽ കാണാം. എത്ര അവിടുത്തെ വില? അവരോട് എനിക്ക് എന്താ പറയുന്നത്? 1 കോടിക്കായി ചെറിയത് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് മുതലാകാൻ വേണ്ടി അവര് കൊള്ള വിലക്ക് സാധനം വിൽക്കുകയാണ്. കൊള്ള വിലക്ക്. ശബരിമലയിൽ എത്ര കോടി വേണമെങ്കിലും ഭക്തജനങ്ങൾക്ക് അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാണ്. പറ്റില്ല, അതിനവർ സമ്മതിക്കുന്നില്ല. മറിച്ച് ഭക്തന്മാരെ ഉന്തിത്തള്ളിയിട്ട് ഹോട്ടലിലേക്ക് കൂടിയാണ്. വൃത്തിഹീനമായ മാലിന്യത്തിൽപ്പെട്ട ഒരു പരിശോധനയും നടക്കാത്ത ആ ഭക്ഷണം അയാൾ കഴിക്കാൻ, അയാളുടെ ആരോഗ്യം തകർക്കാൻ, അയാളുടെ സമ്പത്ത് തകർക്കാൻ ഭക്തജനങ്ങളെ തള്ളി വിടുകയാണ്. കൊള്ളയ്ക്ക് വേണ്ടി വിടുകയാണ്. എത്ര കൊള്ളകൾ നടക്കാൻ വരുമാനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വരുമാനമൊക്കെ എവിടെ കിട്ടും? അതാണ് ഞങ്ങൾ പറയുന്നത്. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ സത്യസന്ധരായിരിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ സുതാര്യമായിരിക്കണം. നിങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തണം. അത് നിലനിർത്താത്തതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ശബരിമല എന്ന് പറയുന്നത്, ശബരിമല മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും ഇവർക്കൊരു കറവ പശുവാണ്. ഈ ദേവസ്വം മാത്രമാണോ? എല്ലാ ദേവസ്വങ്ങളും ഇതാവസ്ഥ. എന്താ ഇവര് പറയുന്നത്? ഒറ്റയാളെയും വെറുതെ വിടില്ല. കട്ട എല്ലാവരെയും ഞങ്ങൾ അഴിക്കുള്ളിലാക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തളിപ്പറമ്പിൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നേരത്തെ ഇവിടെ ചില ആളുകളെ നാണം മറക്കാൻ പോലുള്ള അവസരപ്പെടാതെയാണ് ഭണ്ണാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ ഭണ്ണാരം ഉണ്ടെന്നതിനിടയിൽ പണം കവർച്ച, അയാള് പണം മുഴുവനും താഴെ പേന്റിന്റെ കിശയിലേക്ക് ഇങ്ങനെ എടുത്തു പോകുന്നതും CCTV കണ്ടു. മിനിമം ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ CCTVന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ പൈസ മാറ്റോ ഇങ്ങനെ തട്ടിക്കൊടുത്തു. അത് CCTV കണ്ടു അയാൾ പിടിച്ചു. തളിപ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആ പണം കട്ടയാള് ദേവസ്വം എംപ്ലോയീസിന്റെ CITUവിന്റെ അവിടുത്തെ മേഖല പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ ആ ക്ഷേത്രത്തിൽ നിന്ന് വേറൊരു ക്ഷേത്രത്തിലേക്ക് മാറ്റി. പകരം ഒരാൾ എണ്ണാൻ വന്നു. 1 മാസത്തിനുള്ളിൽ അയാളിങ്ങനെ പണം തട്ടിപ്പ്, അയാൾ പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറിയാണ്. ഇതേ CITUവിന്റെ സെക്രട്ടറിയാണ്. പ്രസിഡന്റിനെ മാറ്റിയിട്ട് സെക്രട്ടറിനെ കൊണ്ടുവന്നു. സെക്രട്ടറി 1 മാസത്തിനുള്ളിൽ സെക്രട്ടറി പിടിയിലായി. അതും CCTV തന്നെ. പരാതി കൊടുത്തു, CCTV പരിശോധിച്ചു, അന്വേഷിച്ചു, സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ഭക്തജനങ്ങൾ പ്രക്ഷോഭം നടത്തി സസ്പെൻഡ് ചെയ്തു. 1 മാസത്തിനുള്ളിൽ എന്താ സംഭവിച്ചെന്നറിയോ? ഇതെല്ലാം ചെയ്ത അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. സസ്പെൻഷൻ പിൻവലിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറെ സ്ഥലം മാറ്റി. എങ്ങനെയുണ്ട് കാര്യം? ക്ഷേത്രത്തിന്റെ ദേവന്റെ പണം കൊള്ളയടിച്ച ആളുകളെ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. എന്നിട്ട് സ്ഥലം മാറ്റിയ CITU നേതാവിനെ തിരിച്ചു വന്നു. സസ്പെൻഷൻ പിൻവലിച്ചു. എന്ത് നടപടിയെടുക്കുമെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഇത്തരം ഓരോ ക്ഷേത്രങ്ങളിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയാണ്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞത് നടക്കാൻ നാണായിരുന്നു. മറ്റു മതസ്ഥരുടെ ഇടയിൽ അവരുടെ പള്ളി, അവരുടെ കാര്യമൊക്കെ അവര് എല്ലാത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഇത്ര കൊള്ള മറ്റു മാസത്തിനുള്ളിൽ തലവിളിച്ചിട്ട് നേരെ തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ല. നിങ്ങളെന്ത് അമ്പലം, എന്ത് ദൈവം, എല്ലാം കള്ള കേന്ദ്രമല്ലേ എന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോൾ നാണക്കേടായി പോകുന്നില്ലേ? ഈ നാണക്കേട് ഈ കോടിക്കണക്കിന് ആളുകൾക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരൊറ്റ പാർട്ടിയല്ലേ? ഈ പാർട്ടിയുടെ നശിച്ച പ്രത്യയശാസ്ത്രമല്ലേ? എല്ലാം പിടിച്ചടക്കാനുള്ള ഇവരുടെ നാറിയ അവരുടെ ശൈലിയല്ലേ? ആ ശൈലി ഉപയോഗിച്ചുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിടിമുറുക്കം സമൂഹത്തിന്റെ സർവ്വമേഖലകളിലും എപ്പോഴും എല്ലാ കമ്മിറ്റിയും പിടിച്ചെടുക്കണം. എല്ലാ ഭക്തന്മാരുടെ കമ്മിറ്റിയും ഉപദേശ സമിതിയും എല്ലാം പിടിച്ചെടുക്കണം. പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കുക, എല്ലാം പിടിച്ചെടുക്കണം, എല്ലാ പാർട്ടിയുടെ നിയന്ത്രണത്തിലാക്കണം എന്ന്. ഇവരാരെങ്കിലും അമ്പലത്തിൽ വരുമോ? ₹1 ഭണ്ണാരത്തിൽ വിടുവോ? പാർട്ടിസ്റ്റുകാരെങ്കിലും അമ്പലത്തിൽ പോയി ഭണ്ണാരത്ത് പൈസ ഇടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഒരു മാർക്സിസ്റ്റുകാരൻ പാർട്ടി മെമ്പർ വണ്ണാരത്ത് പൈസ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഇട്ട പൈസ 1000 ഇരട്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ഉറുപ്പിടൂല. കക്കാനും മുക്കാനും അല്ലാതെ വണ്ണാരത്ത് പൈസ ഇടാൻ തയ്യാറാവില്ല. കാരണം അതവരുടെ സിദ്ധാന്തത്തിന് എതിരാണ്. അവർക്ക് പണമേ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവിശ്വാസികളായ ആളുകൾ അവർ ഈ ദേവസ്വം ബോർഡ് അതിൽ നിന്ന് അഴിമതി നടത്തി, കൊള്ള നടത്തി, വിശ്വാസം തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. അതുവഴി ഈ സംവിധാനത്തെ തകർക്കാണ്. ആ സംവിധാനം തകർന്നാൽ ക്ഷേത്രം മാത്രമല്ല തകരുന്നത്, ആ ക്ഷേത്രത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന 5000 ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരുടെ കഞ്ഞിയും കൂടി മണ്ണ് വരിയിടുകയാണ്. ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ മുമ്പൊരിക്കൽ പറയുണ്ടായി, 10-12 മുമ്പ് അദ്ദേഹം പറഞ്ഞു, ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 20,000 കോടി രൂപ പ്രത്യക്ഷമായും പരോക്ഷമായും കേരള ഖജനാവിലേക്ക് ശബരിമല കൊണ്ടെത്തുന്നുണ്ട്. 20,000 കോടി രൂപ കേരളത്തിന്റെ അതിർത്തി കടന്ന് കന്യാകുമാരിയിൽ ഇപ്പുറം വന്ന്, കാസർഗോഡ് ഇപ്പുറം വന്ന്, പാലക്കാട് ഇപ്പുറം വന്ന് ഒരു വണ്ടി 1 ലിറ്റർ എണ്ണ അടിച്ചാൽ ആ 1 ലിറ്റർ എണ്ണയിൽ നിന്ന് കേരള ഖജനാവിലേക്ക് എത്ര കിട്ടും? സെസ്സായിട്ടല്ല, സംസ്ഥാനത്തിന്റെ നികുതി 20ലധികം രൂപ 1 ലിറ്റർ എണ്ണയിൽ. 1 ലിറ്റർ ഉണ്ട്. ഒരു വണ്ടി എത്ര ലിറ്റർ എണ്ണ അടിക്കും? ഈ ആയിരക്കണക്കിന് വണ്ടികൾ എത്ര? അത് ഡയറക്റ്റ് ആയിട്ട് കേരള സർക്കാരിന്റെ ഖജനാവിൽ വരുന്നതാണ്. ഈ ഒരു ഒറ്റ അയ്യപ്പന്റെ വിഗ്രഹം അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണിത്. കേരളത്തിൽ എന്തിനു വേണ്ടിയാ പുറത്തുനിന്ന് ആളുകൾ വരുന്നത്? ഇവിടെ പഠിക്കാൻ വരുന്നുണ്ടോ? ഇവിടെ ചികിത്സക്ക് വരുന്നുണ്ടോ? എന്തിനു വേണ്ടിയാ വരുന്നത്? നമ്മൾ തൊഴിലിന് വേണ്ടി വേറെടുക്ക് പോകുന്നു, പഠിക്കാൻ വേണ്ടി വേറെടുക്ക് പോകുന്നു, ചികിത്സക്ക് വേണ്ടി. ഈ കേരളത്തിൽ മറ്റുള്ളവർ എന്തിനാ വരുന്നത്? കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ വരുന്നത് പത്മനാഭസ്വാമി കാണാനാണ്, ഗുരുവായൂരപ്പനെ കാണാനാണ്, ശബരിമല അയ്യപ്പനെ കാണാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. കണ്ണൂരില് EK നായനാരെ ഒരു പ്രതിമയുണ്ട്, മെഴുകു പ്രതിമയാണ്. നായനാരെ എനിക്ക് ബഹുമാനമാണ്. ഞാൻ അദ്ദേഹത്തെ അവമാനിക്കാൻ പറയുന്നൊന്നല്ല. അവിടെ വലിയ മ്യൂസിയം ഉണ്ട്. ശബരിമല അയ്യപ്പന്റെ ഇത്രയുള്ള വിഗ്രഹത്തിന്റെ 5 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രതിമയാണുണ്ട്. ആ പ്രതിമ സ്ഥാപിച്ചിട്ട് 5 കൊല്ലം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ടതെന്ന് പറഞ്ഞില്ല കേസാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാനവിടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ആ പ്രതിമ എന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അവർ പറഞ്ഞു അത് കൂട്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചെന്താ, ഇവിടെ ഒരു ജീവനക്കാരുണ്ടായിരുന്നു, ഇവിടെ ആരും അത് കാണാൻ പറ്റില്ല, അതുകൊണ്ട് കൂട്ടി അയാളെ ജോലിയിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞു. അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ 5 ഇരട്ടി വലുപ്പമുള്ള നായനാരുടെ പ്രതിമ കാണാൻ വേണ്ടിയിട്ട് ഒരു പൂച്ചക്കുട്ടി പാർട്ടിക്കാർ പോലും കാണാൻ വരുന്നില്ല. ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാരുണ്ട്, അത് കാണാൻ വരുന്നില്ല. പക്ഷെ ഇത്രയും കഠിനമായ ഈ മതങ്ങൾ മുഴുവൻ നടന്ന് കഷ്ടപ്പെട്ട് ചെരുപ്പ് ധരിക്കാതെ വ്രതം ധരിച്ച് ആ മലയുടെ മുകളിൽ കയറിയിട്ട് ഈ അയ്യപ്പനെ കാണാൻ വേണ്ടി മാത്രം ഈ ലോകത്തെ മുഴുവനും തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന അലൗകികമായ ഒരു അഭൗമമായ കാന്തിക ശക്തി ഉള്ള ഭഗവാൻ അയ്യപ്പൻ. ആ അയ്യപ്പൻ ഇവിടെ ഉള്ളതുകൊണ്ട് 20,000 കോടി രൂപ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ ഖജനാവിൽ വരുമ്പോ അതൊന്ന് സംരക്ഷിപ്പിക്കാൻ, അതൊന്ന് വർദ്ധിപ്പിക്കാൻ, അതൊന്ന് നിലനിർത്താനെങ്കിലും ഈ ശബരിമലയെ വിവാദങ്ങൾക്ക് അതീതമായി പാരിശുദ്ധ്യതയുടെ തീർത്ഥാടനം നൽകി, സുഖദർശനം നൽകി, ഭക്തന്മാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ തന്നെ ഈ കേരളത്തിന് രക്ഷപ്പെടാതിരിക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ കടത്തിലേക്ക് മുതലക്കൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഈ ശബരിമല എന്ന് കരുതിയിട്ടെങ്കിലും ആ ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അവിടെ പാവപ്പെട്ട ഭക്തന്മാർ പൂർവികന്മാർ വെച്ചതെല്ലാം അവിടുന്ന് കൊണ്ടുപോയിട്ട് കട്ട് തുലച്ചിട്ട് അവിടുത്തെ വിശ്വാസം തകർത്താൽ ഇവരെന്ത് നേടും ഈ സംസ്ഥാനത്തിന് വേണ്ടി എന്നാണ്? എല്ലാം തകർക്കല്ലേ? ഒന്നുമില്ലെന്ന് ഒരു വരുമാനത്തിന് വേണ്ടിയെങ്കിലും, വിശ്വാസം പോട്ടെ, ഭക്തി പോട്ടെ, എല്ലാം പോട്ടെ, സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന് വേണ്ടിയെങ്കിലും ആ ശബരിമല അവിടെ നിലനിർത്തണ്ടേ? ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ സംവിധാനം അവസാനിപ്പിക്കണം. ഈ ദേവസ്വം ബോർഡ്, ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്വത്ത് എന്നാണ്. ആ സ്വത്തിന്റെ മേലെയാണ് ഈ അവിശ്വാസികൾ അടയിരിക്കുന്നത്. അതിന്റെ മേലെ കിടന്നാണ് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്.
ഈ കൊള്ളയെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് നിരവധി കമ്മീഷനുകൾ ഉണ്ടായിരുന്നു. ശങ്കരൻ നായർ കമ്മീഷനുണ്ട്, ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ കമ്മീഷനുണ്ട്, നിരവധി കമ്മീഷനുകളുണ്ട്, നിരവധി ജഡ്ജിമാരുടെ വിധികളുണ്ട്, കോടതിയുടെ ഉത്തരവുകളുണ്ട്. അവയെല്ലാം പറയുന്നത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കണമെന്ന ബ്രിട്ടീഷുകാരുടെ കാലത്താണ്, മൺറോ സാഹിബിന്റെ കാലത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം പിടിച്ചെടുത്തത്. ഇംഗ്ലീഷുകാരുടെ കാലത്ത് പിടിച്ചെടുത്താണ്. അതുകൊണ്ട് അതാത് സ്ഥലത്തെ ഭക്തജനങ്ങൾക്ക് നൽകണം. ഇപ്പൊ അയോധ്യയിൽ പോയവർക്കറിയാം, ആ അയോധ്യയിൽ കോടതി, സുപ്രീം കോടതി നിയോഗിച്ച ഒരു ട്രസ്റ്റാണ് അതിന്റെ ഭരണം നടത്തുന്നത്. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. അവിടെ പോകുന്ന ആളുകൾക്ക് മുഴുവനും ഭക്ഷണമുണ്ട്. അവിടെ നമ്മുടെ ബാഗാണെങ്കിലും ചെരുപ്പാണെങ്കിലും എന്ത് സൂക്ഷിക്കണമെങ്കിലും സംവിധാനമുണ്ട്. ഒരു ഉറുപ്പ്യ വാങ്ങുന്നില്ല, ഒരു ഉറുപ്പ്യ കൊടുക്കണ്ട. എല്ലാം അവിടുത്തെ സംവിധാനം പക്കയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് നമ്മളവിടെ പോകുന്നു, നമ്മുടെ സാധനങ്ങൾ ചെരുപ്പോടെ സൂക്ഷിക്കുന്നു, ദർശനം നടത്തി വരുന്നു, ടോക്കൺ കൊടുക്കുന്നു, വാങ്ങുന്നു, പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരു പ്രശ്നമില്ല. എത്ര അവിടെ നിന്ന് പോയി നോക്കണം എങ്ങനെയാണ് ഈ ഭക്തന്മാരെ പരിപാലിക്കുന്നത് എന്ന്. അവരെ ദേവന്മാരെ പോലെ കണ്ടിട്ടാണ് അവിടുത്തെ സംവിധാനം അതിനെ ഉൾക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത്, പരിപാലിക്കുന്നത്, പരിഗണിക്കുന്നത്. ഒരു അവഗണനയുമില്ല, ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ അവരെ സംരക്ഷിക്കണം. ഇവിടെയാണെങ്കിൽ ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രം അടിയന്തരമായി ഇടപെട്ട് ഈ കൊള്ള അവസാനിപ്പിക്കണം. അന്വേഷണം നടത്തുന്നത് ഇതിനൊക്കെ കഞ്ഞിവെക്കുന്ന ആളുകളും ഇതിനെ പിന്തുണക്കുന്ന ആളുകളാണ്. മുഖ്യമന്ത്രിയുടെ ചുരുങ്ങിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ആളുകളല്ലേ ഇതൊക്കെ നടത്തുന്നത്. എന്ത് സംഭവിക്കുന്നതാണ്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇതൊക്കെ ഒന്ന് അടങ്ങാൻ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് ഇവരെയൊക്കെ രക്ഷിക്കാനുള്ള സംരംഭം ഒരുക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് CBI വന്ന്, കേന്ദ്ര അന്വേഷണം വന്ന് സത്യസന്ധമായ അന്വേഷണം നടത്തി കൊണ്ടുപോയതെല്ലാം അതുപോലെ കൊണ്ടുവരണം. വെറുതെ ഒരു കേസെടുത്തുകൊണ്ട് കാര്യമില്ല, ജയിലിലടച്ചുകൊണ്ട് കാര്യമില്ല. അതൊക്കെ അവരുടെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്ത് അതൊക്കെ മുതൽക്കൂട്ടാക്കി അത് കൊണ്ടുപോയതുപോലെ കൊണ്ടുവരാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. ഭക്തജനങ്ങളുടെ നീറുന്ന ഹൃദയത്തിന്റെ വിങ്ങുന്ന പ്രാർത്ഥനയാണത്. ഒരു പ്രതിഷേധാഗ്നി ഇവിടെ ആളിക്കത്താൻ പോവുകയാണ്. ഇവരെ എല്ലാവരെയും ഈ സംവിധാനത്തിൽ അടിച്ചു പുറത്താക്കിയിട്ട് പാരിശുദ്ധ്യതയുടെ ചാണകം തെളിച്ചാൽ മാത്രമേ, യഥാർത്ഥ വിശ്വാസികൾ ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്താൽ മാത്രമേ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയുള്ളൂ. ഇവിടുത്തെ ഹിന്ദുവിനോട് മാത്രമാണ് വെല്ലുവിളി. മറ്റുള്ളവർക്ക് ആരാധനാലയം ഉണ്ടല്ലോ. ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിന് മുമ്പാകെ അവിടെ പോയ ആളുകൾക്ക് അറിയാലോ, അവിടെ ഒരു വാവര് നട എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. ഒരു വാവര് നട. കാര്യങ്ങൾ അറിയാത്ത ഭക്തന്മാര് അവിടെ പോയി പൈസ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ, മലയാളികൾ പൊതുവെ പൈസ ഇടൽ കുറവാണ്. അത് ഏത് വണ്ണത്തിൽ ഇടൽ കുറവാണ്. അവിടെ വരുമാനമൊക്കെ ഉണ്ടാകുന്നത് പുറത്തുനിന്ന് ആളുകൾ വരുന്നു. ഇടാത്തത് ഒന്ന് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇത് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ മലയാളിയുടെ സഹജമായ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മുടെ ഭയങ്കര ആളാണ്. പൈസ കൊടുത്തില്ലെങ്കിൽ പകരം നമ്മുടെ കാര്യമൊക്കെ നോക്കിക്കൊള്ളുന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. ഏതായാലും 2 ഭണ്ണാരം അപ്പുറം ഇപ്പുറമുണ്ട്. ഒന്ന് ബാവര് നടയിലെ ഭണ്ണാരം, ഒന്ന് അപ്പുറമുള്ള ഭണ്ണാരം. അപ്പുറത്തുള്ള അയ്യപ്പന്റെ മുമ്പിലുള്ള ഭണ്ണാരത്ത് പൈസ ഇട്ടാൽ അത് എണ്ണിയിട്ട് നേരെ ദേവസ്വം ബോർഡിലേക്കാണ്. ബാവര് നടയിലുള്ള ഭണ്ണാരത്ത് പൈസ ഇട്ടാൽ എണ്ണിയിട്ട് നേരെ പള്ളിയിലേക്കാണ്. അതൊരു കുടുംബം കൊണ്ടുപോകണം. അതിനകത്ത് കുടുംബം എന്ന് പറഞ്ഞൊരു കുടുംബമാണ്, അതിന്റെ ഒരു ട്രസ്റ്റാണ് അവർ കൊണ്ടുപോകണം. ഒരേ സ്ഥലത്ത് അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഭണ്ണാരത്തിൽ, ഒരേ ദേവസ്വത്തിന്റെ സ്ഥലത്തുള്ള 2 ഭണ്ണാരത്തോട് 2 നീതിയാണ്. അതെന്താ അങ്ങനെ? അതെന്താ മതേതൃത്വം? ഈ വിവേചനം കേരളം മുഴുവൻ ഉണ്ടല്ലോ. അപ്പൊ മറ്റുള്ളവരുടെ ആരാധനാലയത്തിൽ ഇല്ലാത്ത ഈ ഇടപെടൽ, ഇല്ലാത്ത ഈ ഒരു കടന്നുകയറ്റം, ഈ അധിനിവേശം ഹിന്ദു ക്ഷേത്രങ്ങളോട് എല്ലാ ക്ഷേത്രങ്ങൾക്കും അതാത് സ്ഥലത്തെ ഭക്തജനങ്ങൾക്ക് അത് മാനമര്യാദയായി നടത്താനുള്ള, നന്നായി നടത്താനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. അത് നടത്തി കാണിക്കുന്നുണ്ട്. അതിനുള്ള ഭക്തജനങ്ങൾക്ക് അതിനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അതിലേത് സംവിധാനമാണോ വേണ്ടത് അത് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് തന്നെ അതിന്റെ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം. അതിനുവേണ്ടിയിട്ടുള്ള നിയമപോരാട്ടവും സുപ്രീം കോടതി ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന ജീവനക്കാർ അവർ വളരെ ഉത്കണ്ഠാവുകയാണ്, അവർ അരക്ഷിതരാണ്. തങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് അവർക്ക് വലിയ വേവലാതിയുണ്ട്. കാരണം ശബരിമല അവിടുത്തെ സംവിധാനം തകർന്നു പോയാൽ തങ്ങളുടെ കാര്യം അവതാരത്തിലാണെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ വെയിലത്ത് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന തമ്പ്രാക്കന്മാർ അവരെനിയെങ്കിലും ഈ കൊള്ള അവസാനിപ്പിക്കണം, നിർത്തണം. സന്തതി പരമ്പരകളെ ഓർത്തെങ്കിലും ഇതൊന്നും നിർത്തണം. അല്ലെങ്കിൽ ഈ സമ്പാദിച്ചു കൂട്ടിയൊന്നും തികയില്ല.
ഒന്നിനും തികയില്ല, ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. ഭഗവാന്റെ ശാപം വിടാതെ പിന്തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെയ്ത ആളുകളെല്ലാം അത് അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധാഗ്നി ആളിക്കെത്തും. അതുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു, ആശംസകൾ നേരുന്നു.